നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ നിന്ന് കേരളം നടുക്കുന്ന ഒരു പീഡന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ ഉൾപ്പെട്ട ഒരു പീഡന കേസ്. ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 62 പേർ. വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ മൃഗീയമായി പീഡിപ്പിച്ച ചെകുത്താന്മാരാണിവർ. കായിക താരമായ ദലിത് പെൺകുട്ടിയാണ് ഇര. നാടിനെ നടുക്കിയ ഈ പീഡനക്കേസിൽ ഇതിനകം തന്നെ 13 പേർ അറസ്റ്റിലായി. ഏകദേശം 15ഓളം പ്രതികളെ ഇന്ന് വൈകുന്നേരത്തോടെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 6ഓളം സ്റ്റേഷനുകളിലായി ബന്ധപ്പെട്ട് ഈ കേസന്വേഷണം തുടരുന്നു. പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തും പ്രതികളുണ്ട് എന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. കേരളം ഭയക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 13-ാം വയസ്സിൽ കായിക താരമായ ഈ ദളിത് പെൺകുട്ടിയോട് ഒരു യുവാവ് പ്രണയനാടകം കളിക്കുന്നു. പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം. പീഡിപ്പിച്ചതിനൊപ്പം അവൻ ദൃശ്യങ്ങൾ കൂടി പകർത്തി. പിന്നീട് തൻ്റെ ഉറ്റ സുഹൃത്തുക്കൾക്ക് ഈ ദൃശ്യങ്ങൾ കൈമാറി. ഈ യുവാവിൻ്റെ സുഹൃത്തുക്കൾ ദൃശ്യങ്ങൾ കാട്ടി പെൺകുട്ടിയെ ഭയപ്പെടുത്തി. പിന്നീട് അവർ തങ്ങളുടെ ഇംഗിതത്തിന് വിധേയരാക്കി. പെൺകുട്ടിയുടെ പിതാവ് വൈകുന്നേരമായാൽ പിന്നെ മദ്യപിച്ച് ഓഫായി കിടക്കും. അയാളുടെ മൊബൈൽ ഫോൺ എടുത്ത് പെൺകുട്ടി കളിക്കുക പതിവാണ്. മൊബൈൽ ഫോണിൽ പിതാവിൻ്റെ ചില സുഹൃത്തുക്കൾ പെൺകുട്ടി ഒരു കൗതുകത്തിന് ആ സുഹൃത്തുക്കളെ വിളിച്ചു. അവരൊക്കെ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. തുടർന്ന് പിതാവിൻ്റെ ഫോണിലുള്ള സുഹൃത്തുക്കൾ ഈ പെൺകുട്ടിയെ തേടി വീട്ടിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ എത്തി. പിതാവിൻ്റെ സുഹൃത്തുക്കളാണ് പിന്നീട് നിരനിരയായി ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചത്. പെൺകുട്ടിയുടെ പീഡന ചിത്രങ്ങൾ പ്രതികൾ പരസ്പരം കൈമാറി. ഇതിനിടയിൽ 2-3 പേർ ഒരുമിച്ച് ചേർന്ന് ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു. പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറയിലൊക്കെ പെൺകുട്ടിയെ എത്തിച്ച് പീഡിപ്പിച്ചു. സ്കൂളിലും പൊതുസ്ഥലത്തും കാറിനുള്ളിൽ വെച്ചുമൊക്കെ പെൺകുട്ടി ചൂഷണത്തിനിരയായി. പിതാവ് മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥയായതുകൊണ്ട് പെൺകുട്ടിയുടെ വീട്ടിലെത്തി രാത്രികാലങ്ങളിൽ ചിലർ ഈ കുട്ടിയെ പീഡിപ്പിച്ചു. ഇപ്പോൾ ഈ കുട്ടിയെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടിക്കിപ്പോൾ 18 വയസ്സായി. CWC പ്രവർത്തകർ പെൺകുട്ടിയുമായി കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് നടുക്കുന്ന ഈ പീഡന വിവരം മനസ്സിലാക്കുന്നത്. 5 വർഷക്കാലം ചങ്ങല പോലെ നീണ്ട പീഡന പരമ്പരയാണ് ഈ പെൺകുട്ടി കേൾക്കേണ്ടി വന്നത്. കഴിഞ്ഞ 4 ദിവസമായി പോലീസ് തുടരുന്ന അന്വേഷണത്തിന്റെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ കേരളം നടുങ്ങി നിൽക്കുന്നു. മുൻപ് പുറത്തുവന്ന സൂര്യനെല്ലി കേസായിരുന്നു കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ട ഒരു പീഡന കേസ്. എന്നാൽ അതിനേക്കാൾ പ്രതികളുടെ എണ്ണക്കൂടുതൽ തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് പുറത്തുവന്ന ഈ കേസിലുള്ളത്. പെൺകുട്ടി കഴിഞ്ഞ 5 വർഷം അനുഭവിച്ച ക്രൂരതകളും മാനസിക സംഘർഷങ്ങളും ഒക്കെയാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഒന്നും ഉരിയാടാനാവാതെ പുറത്തു പറയാനാവാതെ താൻ സഹിച്ചുവെന്നാണ് പെൺകുട്ടി കൗൺസിലിംഗിനിടെ പറഞ്ഞത്. എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ തന്നെ കൊന്നുകളയുമെന്ന് അവർ ഭയപ്പെടുത്തിയിരുന്നു. ഇലവുംതിട്ട പോലീസാണ് ഈ കേസ് നിലവിൽ അന്വേഷിക്കുന്നത്. പത്തനംതിട്ട പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇലവുംതിട്ട പോലീസ് എടുത്ത കേസിൽ ഇന്നലെ 4 പേരെ അറസ്റ്റ് ചെയ്തു. പ്രക്കാനം സ്വദേശികളായ സുബിൻ, സന്ദീപ്, വിനീത്, അനന്തു എന്നിവരാണ് ഇന്നലെ അറസ്റ്റിലായത്. 5-ാം പ്രതി സുധി മറ്റൊരു പോക്സോ കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. പല സ്ഥലങ്ങളിൽ വെച്ച് നടന്ന പീഡനമായതുകൊണ്ട് അതത് പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മതിയെന്നാണ് ഇപ്പോൾ തീരുമാനം. പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. പത്തനംതിട്ട പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ശക്തമാക്കുമെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിക്ക് യാതൊരുവിധ മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത രീതിയിലാകണം അന്വേഷണമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഒന്നുമില്ലാത്ത ഒന്നുമറിയാത്ത ഒരു പാവം പെൺകുട്ടി അവളുടെ 13-ാം വയസ്സിൽ ജീവിത സാഹചര്യങ്ങൾ മുതലെടുത്ത് അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. പിന്നീട് അവളുടെ സാഹചര്യങ്ങൾ ചൂഷണം ചെയ്തും മുതലെടുത്തും നടത്തിയ ക്രൂരതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് എത്രമാത്രം ഈ ലോകത്തെ തിരിച്ചറിയാൻ കഴിയും? കഴിഞ്ഞ 5 വർഷക്കാലം അവളെ തടവറയിലിട്ട് അവളുടെ കുട്ടിത്തവും കൗമാരക്കാലവും ഒക്കെ തച്ചുടച്ച നരാധമന്മാരെയാണ് ഇപ്പോൾ പോലീസ് പെറുക്കുന്നത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച 62 പേരെയും വിലങ്ങണിയിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പോലീസ് പറയുന്നത്. തന്നെ പീഡിപ്പിച്ച 34 ആളുകളുടെ പേര് വിവരങ്ങൾ അവൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വെച്ചിരുന്നു. അറസ്റ്റിലായ സുബിന്റെ പ്രായം 24, സന്ദീപിന് 30, വിനീതിന് 30, അനന്തുവിന് 21, സുധി എന്ന പോക്സോ കേസ് പ്രതിക്ക് 24.
20 മുതൽ 25 വരെ പ്രായമുള്ള യുവാക്കളാണ് ഈ കൊടും ക്രൂരത നടത്തിയത്. ഒരു വശത്ത് പിതാവിൻ്റെ സുഹൃത്തുക്കളിൽ മധ്യവയസ്കരും 70കാരുമൊക്കെ ഉൾപ്പെടുന്നുവെന്ന സൂചനകൾ പുറത്തുവരുന്നു. അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. 2019 മുതലാണ് ഈ കൊടും പീഡന പരമ്പര ആരംഭിച്ചത്. പെൺകുട്ടിയുടെ നഗ്നചിത്രവും വീഡിയോയും എടുത്ത പ്രതി അത് സുഹൃത്തുക്കളെ കാണിച്ചു. തുടർന്ന് അവരും പീഡിപ്പിച്ചു. പന്തളത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലാണ് പീഡന വിവരം ആദ്യം പെൺകുട്ടി പറയുന്നത്. അവർ ഈ വിവരം ജില്ലാ ശിശുക്ഷേമ സമിതിയെ അറിയിച്ചു. അവർ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കോന്നിയിലെ നിർഭയയിൽ എത്തിച്ചതിന് ശേഷം സൈക്കോളജിസ്റ്റ് വഴി വിശദാംശങ്ങൾ മനസ്സിലാക്കിയെടുത്തു. തുടർന്നാണ് വിവരം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയത്. പീഡനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു. കായിക താരമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരും ഉൾപ്പെടുന്നു. നിലവിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്യുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ കഴിയും എന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. റാന്നിയിലും കോന്നിയിലും തിരുവനന്തപുരം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുമൊക്കെ പ്രതികളുണ്ട് എന്ന് പോലീസ് പറയുന്നു. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ഇന്നലെ വൈകിട്ട് രൂപീകരിച്ചു. മനുഷ്യ മനസ്സാക്ഷി വിറങ്ങലിക്കുന്ന ഒരു കൊടും പീഡന പരമ്പരയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കേസിൽ ഉൾപ്പെട്ട ചെകുത്താന്മാരായ നരാധവന്മാരെ വിലങ്ങണിയിച്ച് ജയിലിലടക്കേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസുകളുടെ എണ്ണം നമ്മെ ഭയപ്പെടുത്തി കളയും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച 18 പേരെ പത്തനംതിട്ടയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ 18 പേരിൽ ഒരു KSCB ജീവനക്കാരനും പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നുവെന്നത് കേരളത്തെ കൂടുതൽ നടുക്കുന്നു. പിന്നീട് പനി ബാധിച്ച് ഒരു പെൺകുട്ടി മരിച്ചതിനെ തുടർന്ന് പരിശോധനയിൽ അവൾ ഗർഭിണിയായിരുന്നെന്ന് തിരിച്ചറിഞ്ഞു. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ സഹപാഠിയായ ഒരു വിദ്യാർത്ഥിയെന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോക്സോ കേസിൽ ഉൾപ്പെട്ട 18 പ്രതികൾ ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. മിക്ക പീഡനങ്ങളുടെ പിന്നിലും സമൂഹ മാധ്യമങ്ങളും ഇൻസ്റ്റാഗ്രാമുമൊക്കെയാണ് മുഖ്യ ഘടകമായി പ്രവർത്തിക്കുന്നത്. അപരിചിതരെ പരിചയപ്പെടുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ തിരിച്ചറിവിൻ്റെ പ്രായം എത്തുന്നതിന് മുൻപേ ഈയാംപാറ്റകളെ പോലെ അവരുടെ ജീവിതം കൊഴിഞ്ഞു വീഴുന്നു. ഇത്തരം നരാധവന്മാരുടെ കെണിയിലാണ് മിക്ക പെൺകുട്ടികളും ചെന്നുപെടുന്നത്. നേരത്തെ 18 പേർ പീഡിപ്പിച്ച +1 വിദ്യാർത്ഥിനിയുടെ കാര്യത്തിലും ഏറെ സമാനതകളുണ്ടായിരുന്നു ഇപ്പോഴത്തെ പീഡന പരമ്പരയുമായി. അന്ന് ആ പെൺകുട്ടിയുടെ നഗ്ന ഫോട്ടോകൾ ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിക്കപ്പെട്ടു. കുറച്ചു കാലമായി ആ പെൺകുട്ടി സ്കൂളിൽ പോകാൻ മടി കാണിച്ചതോടെ വാർഡ് മെമ്പറും കൗൺസിലറുമൊക്കെ ഇടപെട്ടു. അവർ കുട്ടിയെ കൗൺസിലിങ്ങിനായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെത്തിച്ചു. കൗൺസിലിങ്ങിനിടയിലാണ് താൻ പീഡിപ്പിക്കപ്പെട്ട വിവരം പെൺകുട്ടി പറയുന്നത്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച മറ്റൊരു കേസിൽ DYFI നേതാക്കൾ അടക്കമാണ് അന്ന് കുടുങ്ങിയത്. 13, 14 വയസ്സുള്ള കൊച്ചു പെൺകുട്ടികൾ. അവർക്ക് ലോകത്തിൻ്റെ അപകടക്കെണികളെക്കുറിച്ച് അത്ര വശമില്ല. അതുകൊണ്ട് തന്നെ മിക്കവരും അറിയാതെ ഇത്തരം കെണികളിൽ ചെന്നുപെടുന്നു. പിന്നീട് ചങ്ങലക്കണ്ണികൾ പോലെ നീളുന്ന കുറ്റവാളികളുടെ പരമ്പര. അവരൊന്നൊന്നായി ആ പെൺകുട്ടിയെ കൊടിയ പീഡനങ്ങൾക്ക് ഇടവരുത്തുന്നു. നിയമം കൂടുതൽ ശക്തമായി ഇടപെടേണ്ടതുണ്ട് ഇത്തരം ക്രൂരതകളിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.